യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 10-12 വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു, അവർ നീതികേട് വിട്ടു തരുവാൻ കൽപ്പിക്കുന്നു. കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു, നീതികേട് വിട്ടു തരുവാൻ കൽപ്പിക്കുന്നു. കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും, ബുദ്ധിമോശത്താൽ മരിച്ചു പോകും. 2022 ആദ്യ നാളുകളിൽ ദൈവം നമ്മുടെ കാതുകളെ പ്രബോധനത്തിന്, ദൈവശബ്ദത്തിന് തുറന്നിരിക്കുക. അത് കേട്ട് അനുസരിച്ച് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങളുടെ നടുവിലും ദൈവം നമ്മെ കരങ്ങളിൽ വഹിക്കും, കാത്ത് സംരക്ഷിക്കും. വളരെ സുഖമമായി ഈ ജീവിതത്തിൽ ഇതിനോടൊപ്പം മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാനുള്ള ശക്തിയും ബലവും ദൈവം നമുക്ക് നൽകും. ആ വിധത്തിൽ ഈ ശുശ്രൂഷകളെ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലാവോസി എന്ന് പറയുന്നൊരു തത്വചിന്തകനുണ്ട്. അദ്ദേഹമാണ് താവോയിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, ചൈനയിലെ ഒരു പ്രത്യേക മതവിഭാഗമാണ് താവോയിസം, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ രൂപപ്പെടുത്തിയ, അത് സംബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം രചിച്ച താവോയിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളടങ്ങിയ ഗ്രന്ഥമാണ് താവോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിലിങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ വീടുകളൊക്കെ പണിയുമ്പോൾ കട്ടളകൾ വെക്കാറുണ്ട്, ജനലുകൾ വെക്കാറുണ്ട്, ചുവരുകളൊക്കെ ഇങ്ങനെ മനോഹരമാക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കട്ടളകളോ ജനലുകളോ ചുവരുകളോ അല്ല. ഒന്നും ചെയ്യാത്ത ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഭിത്തിയോ ജനലോ കട്ടളകളോ ഇതൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നത് ഏതാണ്? അതിനകത്ത് ഒന്നും ചെയ്യാതെ ശൂന്യമായി കിടക്കുന്ന സ്പേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു മൺകുടം എടുത്താൽ ആ കുടത്തിൻ്റെ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? അതിൻ്റെ ഉള്ളിലെ ശൂന്യമായ സ്പേസാണ്. പക്ഷെ നമ്മൾ ഈ ചുവരുകൾക്കും കട്ടളകൾക്കും ജനലുകൾക്കും ഒക്കെ അമിതമായ പ്രാധാന്യം കൊടുക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ആ യഥാർത്ഥത്തിൽ പ്രാധാന്യം എന്തിനാണ്? അതിനകത്തെ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം. അതിനകത്തെ സ്പേസ് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, അതിനുള്ളിലെ മനുഷ്യർ എങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നു, കരുതുന്നു, ചേർത്ത് പിടിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനം. അത് മറന്നിട്ട് ചുവരുകളും ജനലുകളും കർട്ടനുകളും അതുമായി ബന്ധപ്പെട്ട ബാഹ്യമായ പെരിഫറൽസ് അതിങ്ങനെ മോടി പിടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹൗസ് വാമിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ അന്തം വിട്ടുപോയി. അതിനകത്ത് നിർമ്മാണ രീതികൾ, അതിനകത്ത് ഇൻറ്റീരിയർ ഡെക്കറേഷൻസ്, ഇതെല്ലാം കണ്ടിട്ട് നമ്മളിങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ആളുകൾ വീട് പണിയുന്നത് താമസിക്കാൻ വേണ്ടിയല്ല, മനുഷ്യരെ വണ്ടറടിപ്പിക്കാൻ വേണ്ടിയാണ്, അസൂയപ്പെടുത്താൻ വേണ്ടിയാണ്, കാണുന്നവരിൽ അതിശയവും ആശ്ചര്യവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആളുകൾ യഥാർത്ഥത്തിൽ അതിനകത്ത് താമസിക്കുന്ന പോലെയില്ല. 1-2 ദിവസങ്ങൾക്കകം അത് അടച്ചിട്ടിട്ട് അവർ വിദേശത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് സ്പേസ് എങ്ങനെ ഉപയോഗിക്കുന്നു? ഒരു ആരാധനാലയം ഏറ്റവും പ്രധാനം എന്താണ്? ആരാധനാലയത്തിനകത്ത് സ്പേസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ ആരാധിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കുന്നു, അതാണ് പ്രധാനം. അതിനുള്ളിലെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ നമ്മുടെ ജീവിതവുമാണ് പ്രധാനം. അതിലെ കമാനങ്ങളോ ആർച്ചകളോ അതിൻ്റെ മനോഹാരിതയോ അതിൻ്റെ മുകളിലെ കൊടിമരമോ ഇതൊന്നും അത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല, അത് വേണ്ടെന്നല്ല. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പ്രസംഗത്തിന് ചെന്നപ്പോഴേ അവിടെ ഭിത്തി ഇങ്ങനെ മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തടികളൊക്കെ പാനലിങ് നടത്തിയിട്ട് ഇങ്ങനെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് പ്രസംഗം കേൾക്കാൻ വരുന്ന ആകപ്പാടെ 4 പേരാണ്. എന്ത് വൈരുദ്ധ്യമാണത്! എന്തുമാത്രം വൈരുദ്ധ്യമാണ്! അപ്പോൾ ഇതിനകത്തെ സ്പേസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതമാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതമാകണം. ജീവിതത്തിൻ്റെ ലക്ഷ്യം ആർജനമാകുമ്പോൾ അത് നമുക്ക് അസ്വസ്ഥതയാണ് നൽകുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതമാകുമ്പോൾ അത് നമുക്ക് സ്വസ്ഥത പകർന്നു തരും. യാത്രയുടെ ലക്ഷ്യം യാത്രയാകണമെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ആയൂരിൽ നിന്ന് യാത്ര ചെയ്ത് റാന്നിയിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ലക്ഷ്യം ഈ യാത്രയാണ്. റാന്നി എന്നൊരു ഡെസ്റ്റിനേഷനേക്കാൾ ഈ യാത്രയെ ഞാൻ എങ്ങനെ എൻജോയ് ചെയ്യുന്നു, ആയൂരിൽ നിന്ന് യാത്ര തിരിച്ച ഓരോ നിമിഷങ്ങളും ഞാൻ എങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ കാണുന്ന കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ണും കാതും ഒക്കെ തുറന്നു വെച്ചാൽ എത്രയോ മനോഹരമായ കാഴ്ചകൾ, എത്രയോ നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട്. അതേസമയം ഞാനിങ്ങനെ ആയൂരിൽ നിന്ന് കയറിയ ഉടനെ ഉറങ്ങുന്നു, റാന്നിയിൽ വന്ന് ഇറങ്ങുന്നു. അതെന്ത് യാത്രയാണ്? അപ്പോൾ യാത്രയുടെ ലക്ഷ്യം യാത്രയല്ല, മറ്റെന്തോ ആയി മാറുകയാണ്.
ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിതമല്ല, മറ്റെന്തോ ആണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇനി എന്നോ ഒരിക്കൽ കിട്ടാനുള്ള മറ്റെന്തിനോ വേണ്ടി ഞാനും നിങ്ങളും ഈ നിമിഷങ്ങളെ യഥാർത്ഥമായി അനുഭവിക്കാതെ എന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും പ്രഷ്യസാണ്. ഗുരു നിത്യചൈതന്യേതി പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ഒരു ദിവസമേ ആയുസുള്ളൂ എന്ന് വിചാരിക്കുക. രാവിലെ ജനിക്കുന്നു, വൈകിട്ട് മരിക്കുന്നു. നിങ്ങൾ ഉണരുന്ന നിമിഷം നിങ്ങൾ ജനിക്കുന്നു, നിങ്ങൾ ഉറങ്ങുന്ന നിമിഷം നിങ്ങൾ മരിക്കുന്നു. ഒരു ദിവസം മാത്രം ആയുസ്സുണ്ടെങ്കിൽ ആർജനത്തിന്റെ പുറകെ നിങ്ങൾക്ക് പോകാൻ സമയമില്ല. ആ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു, അത് എത്ര ആസ്വാദ്യകരമാക്കാൻ സാധിക്കുന്നു, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. നിങ്ങളൊരു ജീവിയെ നോക്കൂ, അത് നമ്മൾ എത്ര ഭക്ഷണം കൊടുത്താലും ആവശ്യത്തിനേ കഴിക്കുള്ളൂ. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ അതിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കും. സിംഹമാണേലും പട്ടികളാണേലും പൂച്ചയാണേലും ഇങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം ഓർത്താൽ എപ്പോഴും കഴിക്കും, ആര് തന്നാലും കഴിക്കും, എത്ര തന്നാലും കഴിക്കും, എപ്പോൾ കിട്ടിയാലും കഴിക്കും, എന്ത് കിട്ടിയാലും കഴിക്കും, കാണുമ്പോഴൊക്കെ കഴിക്കും, പാർട്ടി കൂടാൻ വേണ്ടി കഴിക്കും, വിശക്കുമ്പോൾ കഴിക്കും, ദേഷ്യം വരുമ്പോൾ കഴിക്കും, ബോറടിക്കുമ്പോൾ കഴിക്കും, ഭക്ഷണം കാണുമ്പോൾ കഴിക്കും, എപ്പോൾ കിട്ടിയാലും എത്ര കഴിച്ചിട്ട് നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു സ്വസ്ഥത നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതമല്ല, മറ്റെന്തോ ആണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള മനുഷ്യരുമായി നമ്മൾ പങ്കിടുന്ന സ്നേഹം, അവരുമായി അവരുടെ കണ്ണുകളിൽ ആശങ്കകൾ, അവരുടെ സങ്കടങ്ങൾ, ഇതെല്ലാം കണ്ടും കേട്ടും നമ്മൾ ചിലപ്പോൾ കുറേ കൂടെ വിനയമുള്ളവരായി മാറും, കുറേ കൂടെ നമ്മൾ ഭാഗ്യമുള്ളവരാണെന്ന് ചിന്തിക്കും, കുറേ കൂടെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ഓരോ കാഴ്ചകളും നമ്മെ സഹായിക്കും. അങ്ങനെ ഓരോ നിമിഷവും, നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ നിമിഷവും നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളിനി എന്തോ ഒരു ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ല, എന്തോ ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ല. ഈ കിട്ടിയ ഈ നിമിഷം, ഈ ഓരോ ധന്യമായ നിമിഷങ്ങൾ എത്ര മനോഹരമായി വിനിയോഗിക്കുന്നു, എത്ര അർത്ഥവത്തായി നമ്മളതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്നത് വളരെ പ്രധാനമാണ്. അപ്പം ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതമാണ്. നമുക്ക് കിട്ടുന്ന നമ്മുടെ മുമ്പിലുള്ള ആ നിമിഷങ്ങളുടെ എത്രയും നമുക്കറിയില്ല. ആ നിമിഷങ്ങൾ അത് എത്രയാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ജീവിതം തന്നെയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരുമായി പങ്കുവെക്കുന്ന സ്നേഹമാണ്, കരുതലാണ് ആ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം, മറ്റൊന്നുമല്ല എന്ന് എപ്പോൾ നാം തിരിച്ചറിയുന്നു, അപ്പോൾ ഒരു വല്ലാത്ത സ്വസ്ഥത നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്ന് നിറയാൻ തുടങ്ങും. ഈ ജീവികളൊക്കെ ആസ്വദിക്കുന്ന പോലെയുള്ള ഒരു സ്വാസ്ഥ്യം നമുക്ക് ആസ്വദിക്കാനാകും. ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നമുക്കിങ്ങനെ കിടന്നുറങ്ങാനൊക്കെ പറ്റും. അതാണ്, അങ്ങനെ ശാന്തമായിട്ടിരിക്കാൻ, മനസ്സമാധാനം ഉണ്ടാകാൻ മറ്റൊരു വഴിയുമില്ല. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കാനുള്ളതാണ്, ഓരോ നിമിഷവും ജീവിക്കാനുള്ളതാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരിക. ഈ ആസ്വാദനം എന്നൊക്കെ പറയുമ്പോൾ മറ്റെന്തോ ആണെന്നൊന്നും നമ്മൾ വിചാരിച്ചു പോകരുത്. ചുറ്റുമുള്ളവരുമായി ചേർന്ന് പോകുന്ന ഏത് നിമിഷവും അവരുടെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആസ്വാദനമാണ് എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ ഈ മുമ്പിൽ കിട്ടുന്ന ഈ നിമിഷങ്ങളെ ധന്യമായി വിനിയോഗിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രിയിൽ നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ തിരുവചനത്തിലെ ഒരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശുതമ്പുരാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്: ഗുരു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇവർക്കൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. മണിക്കൂറുകൾ യേശുതമ്പുരാൻ പ്രാർത്ഥനാനിരതനായിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യേശുക്രിസ്തുവിനേക്കാൾ വലിയ ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ള ആളുകളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട്. വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളവരുണ്ട്, വലിയ തത്വചിന്തകന്മാരുണ്ട്. പക്ഷെ അവരൊന്നും നമ്മുടെ ഹൃദയങ്ങളെ തൊടുന്നില്ല. എന്താ കാര്യം? യേശുക്രിസ്തു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ, എഴുതിയിട്ടേ ഉള്ളൂ. പറയുകയും എഴുതുകയും ചെയ്യുന്ന ആരും നമ്മുടെ ഹൃദയങ്ങളെ തൊടില്ല. ആരത് പ്രാവർത്തികമാക്കുന്നവർ മാത്രമേ നമ്മുടെ ഹൃദയങ്ങളെ തൊടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്നതൊന്നും അവർ കേൾക്കില്ല, ചെയ്യുന്നതെല്ലാം അവർ കാണും.
നിങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം അവർ നിങ്ങളെ ശ്രദ്ധിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അത് പകർത്തുകയും ചെയ്യും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നേരാവണ്ണം വളർത്താൻ ആഗ്രഹിക്കുന്നവർ പറയുകയല്ല വേണ്ടത്, ഉപദേശിക്കുകയല്ല വേണ്ടത്, ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ ചെയ്യും, പറയുന്നതൊക്കെ അവർ മറന്നുപോകും. യേശുക്രിസ്തു പറയുക മാത്രമല്ല, പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആൾ മാത്രമല്ല, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. രാത്രി മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, അത് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണം. മറ്റൊന്നും അവർക്ക് പഠിക്കണ്ട. ഈ അപ്പം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയണ്ട, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ട, രോഗികളെ സൗഖ്യമാക്കുന്ന വിദ്യ അറിയണ്ട. അവർക്ക് ആകപ്പാട് ഒരു കാര്യം അറിഞ്ഞാൽ മതി, യേശുവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. വേറൊന്നും പഠിപ്പിച്ചു തരാൻ യേശുവിനോട് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടില്ല. ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. ഞങ്ങൾക്ക് ഇതുപോലൊന്ന് പ്രാർത്ഥിക്കണം. കാരണം അവർക്ക് മനസ്സിലായി, യേശു ഈ ചെയ്യുന്നതെല്ലാം അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഒറ്റ കാര്യമാണ്, പ്രാർത്ഥന. രാത്രി മുഴുവനുള്ള പ്രാർത്ഥന, പകല് മുഴുവൻ ചെയ്യുന്ന ഈ സകല കാര്യങ്ങളെ അടിസ്ഥാനം രാത്രിയിൽ മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയാണെന്ന് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് വിനയപൂർവ്വം പറയുന്നത്, ഗുരു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ജീവിതം മാറി മറിയുമെന്ന് അവർക്ക് മനസ്സിലായി. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5:17 പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. അദ്ദേഹത്തിന് ദേഷ്യമുണ്ടായിരുന്നു, നിരാശയുണ്ടായിരുന്നു, വിഷാദമുണ്ടായിരുന്നു, നമ്മെ പോലെയുള്ള സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. പക്ഷെ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷം മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ, നമ്മളെ പോലെയുള്ള ഒരാള്. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തില്ല, വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശക്തിയുള്ളവനായി മാറി. അസാധാരണ കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്ത് കിട്ടി, അസാധാരണ കാര്യങ്ങളുടെ മേൽ നിയന്ത്രണം കിട്ടി. ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന അസാധാരണമായ കാര്യങ്ങളെ നേരിടാൻ അത് നിന്നെ സഹായിക്കും. നിന്നെ ഒരു അസാധാരണ വ്യക്തിയാക്കി മാറ്റും. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടാൻ അത് നിന്നെ കരുത്തുറ്റ മനുഷ്യനാക്കി മാറ്റും. യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന പർവ്വതം പോലെയാ, സിയോൻ പർവ്വതം പോലെ കുലുങ്ങാതെ ഇങ്ങനെ നിൽക്കാൻ നിന്നെ സഹായിക്കും. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇന്ന് രാത്രി പഴയ നിയമത്തിലെ അതിമനോഹരമായ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്നൊരു പ്രാർത്ഥനയാണ്, അറിയാവുന്നൊരു ഭാഗമാണ്. അതിൽ ചില ഘടകങ്ങളൊന്ന് അനലൈസ് ചെയ്ത് വളരെ വേഗത്തിൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അതിനാധാരമായിട്ടെടുക്കുന്ന വേദഭാഗം 2 ദിനവൃത്താന്തം 20-ാം അധ്യായമാണ്. ഒരു മനുഷ്യൻ നടത്തുന്ന വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥന. അതൊരു രാജാവാണ്, യഹൂദായിലെ ഒരു രാജാവ്. രാജാവിൻ്റെ പേര് യഹോശാഫാത്ത്. ഇസ്രയേലിലെ ആദ്യത്തെ രാജാവ് ആരാണ്? ശൗലാണ്. രണ്ടാമത്തെ രാജാവ് ആരാണ്? ദാവീദ്. മൂന്നാമത്തെ രാജാവ് ആരാണ്? ശലോമോൻ. നാലാമത്തെ രാജാവ് ആരാണ്? ശലോമോൻ്റെ മകൻ രഹബയാം. രഹബയാം രാജാവായപ്പോൾ ശലോമോൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ചെയ്തു വെച്ച ചില കാര്യങ്ങൾ കൂടുതൽ തീവ്രമായി മകൻ ആവർത്തിക്കാൻ തുടങ്ങി. ജനത്തിൻ്റെ മേൽ പീഡനങ്ങൾ അടിച്ചേൽപ്പിച്ചു, നികുതി ഭാരം വർദ്ധിച്ചു, അവരെ വല്ലാതെ ഞെരുക്കി. അപ്പോൾ ശലോമോന്റെ ദാസനായിരുന്ന യൊരോബയാമിന്റെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ സംഘടിച്ച് രഹബയാമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ നികുതി ഭാരം കുറച്ചു തരണം, ഈ പീഡനങ്ങൾ അവസാനിപ്പിക്കണം, നിന്റെ അപ്പൻ കെട്ടിവെച്ച ഭാരങ്ങൾ ഞങ്ങൾക്ക് സഹിക്കാൻ മേല, അത് നീയും തുടർന്നാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. രഹബയാം തൻ്റെ കൂടെയുള്ള വൃദ്ധന്മാരോട് ചോദിച്ചു എന്ത് വേണം. അവർ പറഞ്ഞു കൊടുത്തു അവരുടെ ആവശ്യം ന്യായമാണ്. എന്നാൽ കൂടെ കളിച്ചു വളർന്ന കുറെ യൗവനക്കാരുണ്ട്. യൗവനക്കാരോട് ചോദിച്ചു എന്ത് വേണം. യൗവനക്കാർ പറഞ്ഞു ഒരു കാരണവശാലും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കരുത്, അവർ നിന്നെ അനുസരിക്കില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം ഈ ജനം വീണ്ടും വന്നപ്പോൾ യൊരോബയാമിനോട് രഹബയാം പറഞ്ഞു, എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് പീഡിപ്പിച്ചു, ഞാൻ നിങ്ങളെ തേളിനെ കൊണ്ട് പീഡിപ്പിക്കാൻ പോവുക. എൻ്റെ ചെറുവിരൽ എൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതാവും, ഞാൻ നിങ്ങളെ കഠിനമായി പീഡിപ്പിക്കാൻ പോവുകയാണ്. യൊരോബയാം പറഞ്ഞു, നിന്നെ രാജാവായി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അവർ പോയി വേറൊരു രാജ്യമുണ്ടാക്കി. അങ്ങനെ ഇസ്രയേൽ 2ആയി വിഭജിക്കപ്പെട്ടു. അങ്ങനെ 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രയേൽ എന്നൊരു രാജ്യമുണ്ടാക്കി. ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം ശമരിയ.
അതിലെ ആദ്യത്തെ രാജാവിൻ്റെ പേര് യൊരോബെയാം, ശലോമോന്റെ ദാസനായിരുന്നു. 2 ഗോത്രങ്ങൾ, ബാക്കിയുള്ള 2 ഗോത്രങ്ങൾ, യഹൂദാ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും ചേർന്ന് യഹൂദ എന്നൊരു രാജ്യമുണ്ടായി. അവിടുത്തെ 1ാമത്തെ രാജാവിൻ്റെ പേര് രഹബയാം. വിഭജിക്കപ്പെട്ട യഹൂദായുടെ 1ാമത്തെ രാജാവ് രഹബയാമാണ്. 2ാമത്തെ രാജാവിൻ്റെ പേര് അബിയാവ്, അദ്ദേഹത്തിൻ്റെ മകനാണ്. 3ാമത്തെ രാജാവ് അബിയാവിൻ്റെ മകൻ ആസ. 4ാമത്തെ രാജാവിൻ്റെ പേര് ആസായുടെ മകൻ യഹോശാഫാത്ത്. യഹൂദ രാജാക്കന്മാരിൽ കുറച്ച് ഭേദപ്പെട്ടൊരു രാജാവായിരുന്നു ഈ യഹോശാഫാത്ത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. യഹൂദ രാജാക്കന്മാർ പൊതുവെ അത്ര നല്ലവരല്ല. പക്ഷേ യഹോശാഫാത്ത് പിതാക്കന്മാരുടെ വഴികളിൽ നടക്കാൻ ആഗ്രഹിച്ചൊരു രാജാവാണ്. അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ജനത്തെ ദൈവസന്നിധിയിലേക്ക് മടക്കി വരുത്തി. പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുവന്നു. അവരെ ദൈവവചനം പഠിപ്പിക്കാൻ പുരോഹിതന്മാരെ നിയമിച്ച് 4 ദിക്കിലേക്ക് അയച്ചു. സത്യസന്ധമായി ദൈവനാമത്തിൽ ന്യായപാലനം ചെയ്യാൻ ന്യായാധിപന്മാരെ നിയമിച്ചു. അതുപോലെ അനേകം ഭൗതികമായ നേട്ടങ്ങളും പുരോഗതികളും ഒക്കെ ഈ കാലത്തുണ്ടായി. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് യഹോശാഫാത്ത്. എന്നാൽ 20-ാം അധ്യായം ആരംഭിക്കുമ്പോൾ, 2 ദിനവൃത്താന്തം 20-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷമാണ്? ഈ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം യഹോശാഫാത്തിൻ്റെ ജീവിതത്തിൽ ഒരാപത്ത് വരാൻ പോവുകയാണ്. എന്താണ് ആപത്ത്? അദ്ദേഹത്തിൻ്റെ 3 അയൽ രാജ്യങ്ങൾ, അമ്മോന്യർ, മെയൂന്യർ, മോവാബ്യർ. അമ്മോന്യരും മെയൂന്യരും മോവാബ്യരും, ഈ 3 രാജ്യങ്ങൾ സംയുക്തമായി ചേർന്ന് യഹോശാഫാത്തിനെ ആക്രമിക്കാൻ വരികയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ സാരമില്ല, 3 രാജ്യങ്ങൾ സംയുക്തമായി വരുന്നു. യഹോശാഫാത്ത് പേടിച്ചു. 3 രാജ്യങ്ങൾ തനിക്കെതിരെ പാളയമിറങ്ങി വരുന്നു, പടനയിച്ചു വരുന്നു എന്നുള്ള വാർത്ത കേട്ട് ഭ്രമിച്ച് നടുങ്ങിപ്പോയി യഹോശാഫാത്ത്. അപ്പോൾ യഹോശാഫാത്ത് എന്താ ചെയ്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യക്ക് നേരെ 3 രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് വരുന്നു എന്ന് കേട്ടാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് പറയും? ബംഗ്ലാദേശും ചൈനയും അഫ്ഗാനിസ്ഥാനും ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇന്ത്യക്ക് നേരെ വന്നാൽ പ്രധാനമന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പറയൂ, അയ്യോ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞങ്ങൾക്ക് പേടിയാവുന്നു, ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് കഴിവില്ല. അങ്ങനെയൊന്നും പറയില്ല. ഇനി അഥവാ കഴിവില്ലെങ്കിലും പറയും, എന്തിനേയും നേരിടാൻ ഞങ്ങൾ ശക്തരാണ്, കരിച്ചു കളയും, ഞങ്ങൾ കത്തിച്ചു കളയും. അങ്ങനെയാണ് പറയുക. ഒരു ഭരണാധികാരി അങ്ങനെയാണ് പറയുക. പക്ഷെ ഇവിടെ യഹോശാഫാത്ത് എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ. ഇങ്ങനെയൊന്നും പറയാൻ ആ മനുഷ്യന് കഴിയുന്നില്ല. അദ്ദേഹം വളരെ നിസ്സഹായനായി പേടിച്ച് ഭയന്ന് വിറച്ചിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം നടത്തുന്ന ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. 3 രാജ്യങ്ങൾ സംയുക്തമായി തനിക്കെതിരെ പടനയിച്ചു വരുന്നുവെന്ന വർത്തമാനം കേട്ട് നടുങ്ങി വിറച്ച യഹോശാഫാത്ത് ആ ദിവസം ചെയ്ത ചില കാര്യങ്ങളാണ് 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങളൊന്നും കൃത്യമായിട്ട് അങ്ങോട്ട് പറയുന്നില്ല. നിങ്ങളത് ആ ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം 20 വായിച്ചെടുക്കുക. ഒന്നാമതായിട്ട് യഹോശാഫാത്ത് ചെയ്ത കാര്യം, അവൻ യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്നു. അതിൻ്റെ കാരണം തേടി യഹോശാഫാത്ത് യഹോവയെ അന്വേഷിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് വരും. രോഗങ്ങൾ വരും, അപകടങ്ങൾ വരും, നമ്മൾ തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനൊക്കാതെ വരും. അതിൻ്റെ കാരണം തേടി നമ്മൾ പോകുന്നത് എവിടാണ്? നമ്മൾ ആരെയാണ് അന്വേഷിക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നു 14-ാം സങ്കീർത്തനത്തിൽ, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. ബുദ്ധിമാന്റെ ലക്ഷണമാണ് യഹോവയെ അന്വേഷിക്കുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മന്ദബുദ്ധികൾ, കഴിവില്ലാത്തവർ, നിസ്സഹായര്, മറ്റൊന്നും ചെയ്യാൻ അറിയാത്തവർ. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ് യഹോവയെ അന്വേഷിക്കുന്നതെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. യഹോശാഫാത്ത് യഹോവയെ അന്വേഷിക്കാൻ താല്പര്യപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ക്ഷമിക്കണം. ഇന്ന് അനേക സത്യക്രിസ്ത്യാനികൾ, വിശ്വാസികൾ, നമുക്ക് ആപത്തുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കാരണം തേടി പോകുന്നത്
വാസ്തുശാസ്ത്രജ്ഞൻ്റെ അടുക്കലാണ്, വാസ്തുവിദ്യക്കാരൻ്റെ അടുക്കലാണ്. വാസ്തുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ന് കേരളത്തിൽ അനേകം വീടുകൾ ഇടിച്ച് പൊളിച്ച് പുതുക്കി പണിയുന്നത് യഥാർത്ഥത്തിൽ ആളുകൾ പറയും അത് കുറച്ചുകൂടെ സൗകര്യം കൂട്ടാനാണ്, അടുക്കളയൊന്ന് വിശാലമാക്കാനാണ്. യഥാർത്ഥത്തിലെ കാരണം എന്തെന്ന് നിങ്ങൾക്കറിയോ? അതിൻ്റെ പിന്നിലുള്ള കാരണം കന്നിമൂലയാണ് പ്രശ്നം. അടുക്കളയുടെ സ്ഥാനം ശരിയല്ല, കിണറിൻ്റെ സ്ഥാനം ശരിയല്ല, കുളിമുറിയുടെ സ്ഥാനം ശരിയല്ല. 40-45 വർഷം ജീവിച്ച വീടാണെന്ന് ഓർക്കണം, തലമുറകൾ ജീവിച്ച വീടാണെന്ന് ഓർക്കണം. ഒരു പ്രശ്നവുമായിട്ട് നിങ്ങളിങ്ങനെ ഒരാളുടെ അടുക്കൽ ചെന്നാൽ ഉറപ്പായിട്ട് അവർ പറയും ആ സ്ഥാനത്തിന് എന്തോ പ്രശ്നമുണ്ട്. ഉടനെ നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതയായി. പിന്നീട് ഈ അസ്വസ്ഥത വന്നാൽ തന്നെ പിന്നെ എന്താ സംഭവിക്കുക? ആ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാകില്ല. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും, നിങ്ങൾക്ക് വീണ്ടും അസുഖങ്ങൾ വരും, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം പോകും, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യൻ്റെ സ്വസ്ഥത പോകും. ആ അസ്വസ്ഥത ഇങ്ങനെ കുടുംബത്തിൽ മുഴുവൻ പകരും. അതിൽ നിന്ന് തന്നെ ഒരുപാട് രോഗങ്ങൾ വരും, അപകടങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. നിങ്ങളുടെ മനസ്സിൽ വിഷം കുത്തി വയ്ക്കുന്ന, സംശയങ്ങളെ കുത്തിവെക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്കൊരു 6-7 വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത് എന്നെ ഒരു വീട്ടിൽ പതിവായി 1-ാം തീയതി ഇരിക്കാൻ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. മലയാള മാസം 1 പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇവരെന്നെ വിളിച്ചുകൊണ്ട് പോയി 1-ാം തീയതിയൊക്കെ ഇരുത്തിയിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ അന്ന് 10-20 പൈസ തരും അന്നത്തെ കാലത്ത്. പിന്നെ ഒരു ചായയും തരും. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളിങ്ങനെ 1-ാം തീയതി ഇരുന്നു. പക്ഷെ ഞാൻ വളർന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ 1-ാം തീയതി ഇരുന്ന് ഈ വീട് അക്ഷരാർത്ഥത്തിൽ നശിച്ചു പോയി. അവരാ ദേശം വിട്ടുപോയി. അക്ഷരാർത്ഥത്തിൽ അതില്ലാതായിപ്പോയി. ഞാൻ വിചാരിച്ചത് ഞാൻ 1-ാം തീയതി ഇരുന്ന് അത് പോയതാണെന്ന്. പിന്നീട് എനിക്ക് കുറേ കൂടെ ബോധ്യം വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആ വീട്ടിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാളില്ല. ആ വീട്ടിൽ ഒരു പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിട്ടില്ല. ആ വീട്ടിൽ പള്ളിയിൽ പോകുന്ന ഒരാളെ കണ്ടിട്ടില്ല. ആ വീട്ടിൽ ദൈവവചനം വായിക്കുന്നത് കേട്ടിട്ടില്ല. നീ 1-ാം തീയതി ഇരുന്നുകൊണ്ട് നിൻ്റെ പ്രശ്നം മാറാൻ പോകുന്നില്ല. അടുക്കള മാറ്റി വെച്ചതുകൊണ്ട് നിൻ്റെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. കിണർ മാറ്റി കുത്തിയതുകൊണ്ട് നിൻ്റെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. നീ ബാത്റൂം മാറ്റിയതുകൊണ്ട് നിൻ്റെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. നീ ദൈവത്തെ അന്വേഷിച്ചാൽ, ജീവനുള്ള ദൈവത്തെ നീ അന്വേഷിച്ചാൽ, നിന്റെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന് നിനക്ക് ബോധ്യം വന്നാൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. യഹോശഫാത്ത് യഹോവയെ അന്വേഷിക്കാൻ താല്പര്യപ്പെട്ടു. ഞാനൊരു വേദഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്, വേദപുസ്തകത്തിലുള്ളതാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. നിന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കരുത്. പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകും. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നീ നിഷ്കളങ്കനായിരിക്കണം. താഴോട്ട് പറയുന്നു, നീ നീക്കിക്കളയുവാനിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്കുകേട്ട് നടന്നു. നീയോ അങ്ങനെ ചെയ്യാൻ നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുവദിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട്, നമുക്കതിന് വിരോധമൊന്നുമില്ല. അതിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, നോക്കുന്നവർ നോക്കട്ടെ. പക്ഷെ നീ അത് ചെയ്യരുത്. നീ അത് ചെയ്യാൻ നിന്റെ ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ല. നമ്മൾ ഈ മതസൗഹാർദ്ദത്തെ തെറ്റിദ്ധരിക്കരുത്. നമുക്കെല്ലാ മതങ്ങളോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. ആരെയും നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല. അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ വിമർശിക്കേണ്ട ആവശ്യം നമുക്കില്ല. അതിൽ സത്യമുണ്ടോ ഇല്ലയോ അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ നമുക്കൊരു പ്രമാണമുണ്ട്. ഇതിൽ വെള്ളം ചേർക്കരുത്, ഇതിനെ ബലി കഴിക്കരുത്. നമ്മുടെ സൗഹാർദ്ദങ്ങളും സ്നേഹവും രണ്ടും രണ്ടാണ്. നമ്മുടെ വിശ്വാസവും സൗഹാർദ്ദങ്ങളും രണ്ടും രണ്ടായി കാണണം. നമുക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്, ദൈവം നൽകിയ ഒരു കൽപ്പനയുണ്ട്. 1-ാം പ്രമാണത്തിൽ നമ്മൾ വെള്ളം ചേർക്കരുത്. അയൽവക്കക്കാരനെ സ്നേഹിക്കുന്നതും അവൻ്റെ
കാര്യങ്ങളിൽ സഹകരിക്കുന്നതും അവനെ സഹായിക്കുന്നതും അവനെ ആവശ്യങ്ങളിൽ അവനോട് ചേർന്ന് നിൽക്കുന്നതും ഒന്നും ആരും വിലക്കുന്നില്ല. എല്ലാവരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും എല്ലാ വിശ്വാസങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും പുലർത്തുകയും ചെയ്യണം. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതൊന്നും നമ്മുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കാനുള്ള ന്യായീകരണമല്ല. ഈ കനാൻ നാട്ടിൽ വേറെയും ആളുകൾ മുമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ യഹോവ പറയുന്നു, അവരെ നീക്കിക്കളഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ്. എന്നിട്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുകയാണ്. നീ അത് ചെയ്യരുത്. മൂറോൻ അഭിഷേകം പ്രാപിച്ചിട്ടുള്ള നീ, കർത്താവിന്റെ ശരീരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന അവയവങ്ങളുള്ള നീ, നിന്റെ കയ്യിൽ ചരട് കെട്ടി ജപിച്ച് അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യരുത്. പച്ച കുത്തരുത്. നമുക്ക് വിഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. എല്ലായിടത്തും പോയി വണങ്ങരുത്. നമുക്ക് ജീവനുള്ള ഒരു ദൈവമുണ്ട്. എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവനുള്ള ദൈവത്തെ നമ്മൾ അന്വേഷിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിനക്കൊരാപത്ത് വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ, നിനക്കൊരു അപകടം വരുമ്പോൾ നീ മനസ്സിലാക്കണം, നീ മനുഷ്യനായി ജീവിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവങ്ങൾ വരും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു പറഞ്ഞതാണ്, ഈ കഷ്ടങ്ങളും ദുഃഖങ്ങളും അപകടങ്ങളും രോഗങ്ങളും നീ മനുഷ്യനായി ഈ ലോകത്ത് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് നീ കൊടുക്കുന്ന ഒരു വിലയാണ്. മനുഷ്യനായി ലോകത്ത് ജീവിക്കണമെങ്കിൽ അതിന് വില കൊടുക്കണം. മനോഹരമായി ലോകത്ത് മനോഹരമായ ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ അതിനൊരു വില കൊടുക്കണം. ആ വിലയാണ് സങ്കടങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ. ഇതൊക്കെ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നാം തിരിച്ചറിയണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നീ അന്വേഷിക്കേണ്ടത് ആരെയാണ്? നിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കണം. യഹോശാഫാത്ത് അവന്റെ ദൈവത്തെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. യഹോവയെ അന്വേഷിക്കാൻ അവൻ താല്പര്യപ്പെട്ടു. അതാണ് അവൻ ഒന്നാമത് ചെയ്ത കാര്യം. രണ്ടാമത്, അവൻ ജനത്തെ മുഴുവൻ യെരൂശലേം ദേവാലയത്തിൽ കൂട്ടിവരുത്തി. ജനത്തെ മുഴുവൻ കൂട്ടിവരുത്തി. ഏതാണ്ട് 13 ഏക്കറോളം സ്ഥലത്ത്, 13 ഏക്കറുണ്ട് യെരൂശലേം ദേവാലയത്തിന്റെ കോമ്പൗണ്ട്. യഹൂദായിലെ മുഴുവൻ ജനങ്ങൾ, ഈ 2 ഗോത്രങ്ങൾ ഉൾപ്പെട്ട മുഴുവൻ ജനങ്ങളും യെരൂശലേം ദേവാലയത്തിന്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ വന്നുകൂടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കോമ്പൗണ്ടിൽ അവരിങ്ങനെ സമയം ചെലവഴിച്ചിട്ട് യഹോശാഫാത്ത് രാജാവ് പറഞ്ഞു, ഇന്ന് ഉപവാസമാണ്. ഒരേകദിന ഉപവാസം പ്രഖ്യാപിച്ചു. ഇന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു ജനസമൂഹം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങൾ, നമ്മളിങ്ങനെ കോരിത്തരിച്ചു പോകും. ഒരു രാജാവാണ്, ഒരു രാജാവ്. ഒരു രാജാവ് തന്റെ ജനത്തെ മുഴുവൻ കൂട്ടി വരുത്തിയിട്ട് പറയുകയാണ്, ഇന്ന് നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഒരു ദിവസം മുഴുവൻ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധ ജനങ്ങൾ വെള്ളം പോലും കുടിക്കാതെ, ഒരു ഭക്ഷണവും കഴിക്കാതെ ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവസിച്ച് പ്രാർത്ഥിക്കാം. എത്ര ശക്തമായ വിശ്വാസമാണ്! ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഒരു ഞായറാഴ്ച രാവിലെ ഉപവസിക്കാൻ പോലും നമ്മുടെ ആളുകൾക്ക് പാടാണ്. ഇവിടെ ഒരു അമ്മച്ചി ചോദിക്കുകയാണ്, അച്ഛാ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വന്ന് കുർബാന കൊള്ളുന്നുണ്ട്, കുഴപ്പമുണ്ടോ? 75 വയസ്സുള്ള അമ്മച്ചിക്ക് ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല. രാവിലെ ഷുഗർ നോക്കാൻ പോകുമ്പോൾ കുടിക്കരുതെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. കൊളസ്ട്രോൾ നോക്കാൻ പോകുമ്പോൾ കുടിക്കരുതെന്ന് അറിയാം. പക്ഷെ കുർബാന കൊള്ളാൻ പോകുമ്പോൾ ചായ കുടിക്കാമോ കുടിക്കില്ലയോ അത് ഇന്നും സംശയമാണ്. രാവിലെ കുർബാനയ്ക്ക് വരുമ്പോൾ പോലും പാത്രത്തിൽ ഇഡലിയും കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് പിള്ളേർക്ക് വായിലോട്ട് കുത്തിക്കയറ്റി കൊടുക്കുക. പള്ളിക്കകത്ത് നിറയെ ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റും വെള്ളവും ഇഡലിയും. ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? 1.5 മണിക്കൂർ സമയം ബിസ്ക്കറ്റ് കഴിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ലേ? 1.5 മണിക്കൂർ സമയം വെള്ളം കുടിക്കാതെ ഇഡലി തിന്നാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കണ്ടേ? വയറു നിറച്ച ആഹാരം കഴിച്ചുകൊണ്ടാണോ കർത്താവിനെ ആരാധിക്കാൻ നമ്മൾ വരുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവാസത്തോടെ അവർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. മോശെയും ഏലിയാവും 40 ദിവസം ഉപവസിച്ചു. കർത്താവ് 40 ദിവസം ഉപവസിച്ചു. ഏലിയാവ്, ദാനിയേൽ പ്രവാചകൻ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നിനവേക്കാർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എസ്തേറിന്റെ കാലത്ത് യഹൂദന്മാർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു 3 ദിവസം. നമ്മുടെ പ്രാർത്ഥന കുറെ കൂടെ ഷാർപ്പാകാൻ,
പ്രാർത്ഥന കുറെ കൂടെ ഷാർപ്പാകാൻ, സ്പെസിഫിക് ആകാൻ ഈ ഉപവാസം നമ്മെ സഹായിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലേക്ക് കരയറ്റുന്ന 2 ചിറകുകളാണ് നോമ്പും ഉപവാസവും. 2 ചിറകുകൾ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ശരീരത്തെ യാഗമായി സമർപ്പിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നു, ദൈവം ആത്മാവാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവം ആത്മാവാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. എന്താണ് ഈ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന? പഴയ നിയമത്തിലെ ആരാധന എന്താണ്? പഴയ നിയമം ഉടനീളം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ആരാധന എന്ന് പറഞ്ഞാൽ ബലിയർപ്പണമാണ്. ബലിയർപ്പണമല്ലാത്തൊരു ആരാധന പഴയ നിയമത്തിൽ പിതാക്കന്മാർ നടത്തിയിട്ടില്ല. അവർ എവിടെയൊക്കെ ആരാധിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ബലി അർപ്പിച്ചിട്ടുണ്ട്. അബ്രഹാം ആണേലും, ദാവീദാണേലും, യാക്കോബാണേലും, ഇസ്ഹാക്കാണേലും ബലി അർപ്പിച്ചാണ് പ്രാർത്ഥിച്ചത്. ബലിയർപ്പണം ഇല്ലാത്തൊരു ആരാധന പഴയ നിയമത്തിലില്ല. യെരുശലേം ദേവാലയത്തിൽ ആരാധന മുഴുവൻ ബലിയർപ്പണങ്ങളാണ്. രാവിലെയും വൈകിട്ടും ബലി അർപ്പിച്ചാണ് പ്രാർത്ഥിക്കുക. പുതിയ നിയമത്തിലേക്ക് വരൂ. കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ വരുന്നവരെയും ഇത് തുടർന്നുകൊണ്ടിരിക്കണം. എന്താണ് തുടരാൻ പറഞ്ഞ? ഒറ്റ കാര്യം തുടരാൻ പറഞ്ഞുള്ളൂ. എന്താണത്? ബലിയർപ്പണമാണ്. ബലിയർപ്പണം നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. തുടരാൻ പറഞ്ഞ ഒറ്റ കാര്യം അതേ ഉള്ളൂ, ഈ ബലിയർപ്പണം തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ബലി അർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ്. മറ്റൊന്നും ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ആത്മാവിൽ ആരാധിക്കണം. ഈ ആത്മാവിൽ ആരാധിക്കാനുള്ള വഴി എന്താണ്? മനുഷ്യൻ ആത്മാവ് മാത്രമല്ലല്ലോ, ശരീരമുണ്ട്, മനസ്സുണ്ട്. ശരീരവും മനസ്സും കഴിഞ്ഞാലേ ആത്മാവിലെത്താൻ പറ്റൂ. ശരീരവും മനസ്സും കടന്നാണ് ആത്മാവിലെത്തുക. ദൈവം ആത്മാവാണ്. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിലെത്തണം. ഈ ശരീരത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ ആത്മാവിലെത്താൻ പറ്റും? അതാണ്. അപ്പൊ ശരീരത്തെ ഒരു യാഗമായി സമർപ്പിക്കാൻ പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ്. ശരീരത്തെ ഒരു യാഗമായി സമർപ്പിക്കണം. ശരീരത്തെ യാഗമായി, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അതിനുള്ള വഴി എന്താണ്? ശരീരത്തെ മെരുക്കിയെടുക്കണം, നമ്മുടെ വരുതിയിലാക്കണം. ശരീരത്തെ വരുതിയിലാക്കാനുള്ള വഴി എന്താണ്? ഒറ്റ വഴിയേ ഉള്ളൂ, ശരീരത്തിന് ഭക്ഷണം നിഷേധിക്കുക. ഒരാളെ വരുതിയിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ വീട്ടിൽ അനുസരണക്കേട് കാണിച്ചാൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ശിക്ഷയേ ഉള്ളൂ, പട്ടിണിക്കിടുക. തുള്ളി വെള്ളം തരത്തില്ല, ഭക്ഷണം നിഷേധിക്കും. വീട്ടിൽ പറയുന്ന ജോലി ചെയ്തില്ലെങ്കിൽ, അനുസരണക്കേട് കാട്ടിയാൽ ഭക്ഷണമില്ല. പലപ്പോഴും ഈ ഭക്ഷണം കിട്ടില്ലല്ലോ എന്ന് പേടിച്ചിട്ടാണ് നമ്മളിങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നത്, ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ഭയന്നിട്ടാണ്. കാരണം അന്നത്തെ ഏറ്റവും പ്രഷ്യസ് എന്ന് പറയുന്നത് ഭക്ഷണമാണ്. വിശപ്പാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് നിങ്ങൾ ഭക്ഷണം തരില്ലെന്ന് പറഞ്ഞാൽ ആരെയും നമുക്ക് പേടിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് മനുഷ്യന് വിശപ്പില്ല, ഭക്ഷണം അവന് വേണ്ട, പോയി പണി നോക്കാൻ പറയും. ഇന്ന് ഏതെങ്കിലും കുഞ്ഞുങ്ങളോട് അങ്ങനെ പറയുമോ നമ്മൾ? ഭക്ഷണം തരത്തില്ല. ഒരാളെ മെരുക്കിയെടുക്കാൻ, വരുതിയിലാക്കാനുള്ള ഏറ്റവും നല്ല. അതുകൊണ്ടാണ് ഈ ജയിലുകളിലൊക്കെ നിന്നെ ഉണ്ട തീറ്റിക്കും എന്ന് പറയില്ലേ, നിന്നെ ഞാൻ ഉണ്ട തീറ്റിക്കും. ഏറ്റവും ഡ്രൈ ആയിട്ട് ഭക്ഷണമാണ് ജയിലുകളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരിക്കലും അവിടെ പോയാൽ പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നത്തില്ല. കാരണം അത്രയ്ക്ക് ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണമാണ്. അവിടുത്തെ ഏകാന്തത, ഒറ്റപ്പെടൽ, അവിടുത്തെ കഠിനമായ ജോലി, ഇന്ന് അതൊക്കെ പോയി, ഉണ്ടയൊക്കെ പോയി. ഇന്ന് അവിടെ മട്ടനും ചിക്കനും ബിരിയാണിയും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണമാണ്. അതുകൊണ്ട് ആളുകൾക്ക് അങ്ങോട്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. പഴയതുപോലുള്ള ഏകാന്തതയോ ഒറ്റപ്പെടലോ മോശമായ ഭക്ഷണമൊന്നുമല്ല. പഴയ കാലങ്ങളിൽ മനുഷ്യനെ മര്യാദ പഠിപ്പിക്കുന്നത്, അച്ചടക്കം പഠിപ്പിക്കുന്നത് ഭക്ഷണം നിഷേധിച്ചിട്ടാണ്. അപ്പോൾ ഒരാളെ വരുതിയിലേക്കാനുള്ള ഏറ്റവും നല്ല വഴി ഭക്ഷണം നിഷേധിക്കുക. നമ്മുടെ ശരീരത്തെ വരുതിയിലാക്കണം. കാരണം ഈ ശരീരം കൊണ്ടാണ് നമ്മൾ ഈ സുഖങ്ങളെല്ലാം ആസ്വദിക്കുന്നത്. പാപം വരുന്നത് എവിടെ നിന്നാണ്? ശരീരത്തിൽ നിന്നാണ്. എല്ലാ സുഖങ്ങളും നമ്മൾ ആസ്വദിക്കുന്ന ശരീരം കൊണ്ടാണ്. ഉറക്കം, ഭക്ഷണസുഖം, ജഡിക സുഖങ്ങൾ എല്ലാം ശരീരത്തിൽ നിന്നാണ് വരിക. അതുകൊണ്ട്
ശരീരത്തിൽ, കർത്താവ് ശരീരത്തിൽ കഷ്ടത അനുഭവിച്ചെന്നാണ് പറയുന്നത്. ജഡത്തിൽ കഷ്ടത അനുഭവിച്ചു. നമുക്ക് വേണ്ടി അവൻ ജഡത്തിൽ കഷ്ടത അനുഭവിച്ചു. നമ്മൾ ഈ ജഡം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല സുഖങ്ങൾക്കും വേണ്ടി യേശു തന്റെ ജഡത്തെ ബലിയായി അർപ്പിച്ച ജഡത്തിൽ കഷ്ടത അനുഭവിച്ചത് അതുകൊണ്ടാണ്. നമ്മുടെ ജഡത്തെ വരുതിയിലാക്കാൻ വേണ്ടിയാണ്. ജഡത്തെ വരുതിയിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് ചോദിക്കുന്നതൊക്കെ കൊടുക്കാതിരിക്കുക. ഭക്ഷണം ചോദിക്കുമ്പോൾ ഭക്ഷണം, ഉറക്കം ചോദിക്കുമ്പോൾ ഉറക്കം, വെള്ളം ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കുന്നതെല്ലാം ഒരാൾക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ അത് കഴിച്ച് അഹങ്കാരം വരും. പിന്നെ നമ്മൾ പറയുന്ന, മനസ്സ് പറയുന്നത് ശരീരം കേൾക്കില്ല, ശരീരം പറയുന്നത് നമ്മൾ കേൾക്കുക. ശരീരം പറയുന്നതാണ് ഇപ്പം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ശരീരം ഭക്ഷണം ചോദിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുക, ശരീരം ഉറങ്ങാന്ന് പറയുമ്പോൾ ഉറങ്ങുക. നമ്മുടെ മനസ്സ് പറയുന്നിടത്ത് ശരീരം നിൽക്കുന്നില്ല. അത് നിൽക്കാനുള്ള വഴി നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വരുതിയിലാക്കണം. അതിനുള്ള വഴി ഭക്ഷണത്തെ നിഷേധിക്കുക, ഉറക്കത്തെ നിഷേധിക്കുക, ചില ജഡീക കാര്യങ്ങളെ നിഷേധിക്കുക. അങ്ങനെ നിഷേധിച്ച് എപ്പോഴും നിഷേധിക്കണമെന്നല്ല. ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് പതിയെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു നേരത്തെ ഭക്ഷണം വേണ്ടാന്ന് വെക്കാൻ പറ്റാത്ത ഒരാൾ മറ്റെന്താണ് വേണ്ടാന്ന് വെക്കാൻ പറ്റുക? ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഉപവാസത്തിന് ഇത്രയും അധികം പ്രാധാന്യം പിതാക്കന്മാർ കൊടുത്തിരിക്കുന്നത്. നോമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപവാസമാണ്. മിനിമം ഉച്ചവരെയെങ്കിലും ഉപവാസിക്കുക. അതാണ് പിതാക്കന്മാർ ഉദ്ദേശിച്ചത്. നിന്റെ ശരീരത്തെ ഒരു യാഗമായി സമർപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഉപവാസമാണ്. ശരീരത്തെ ഇങ്ങനെ അതിൻ്റെ ഇച്ഛകളെ, അതിൻ്റെ ആഗ്രഹങ്ങളെ, അതിൻ്റെ പ്രചോദനങ്ങളെ ഇങ്ങനെ നിഷേധിച്ച് അങ്ങനെയാണ് ഈ ശരീരത്തെ നമ്മൾ മെരുക്കിയെടുക്കണം. നമ്മൾ മനസ്സ് പറയുന്നിടത്ത് ശരീരം നിൽക്കണം. ഇപ്പോൾ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞില്ല. ആദ്യം 1-2 ദിവസം ഈ ശരീരം ഇങ്ങനെ പ്രതികരിക്കും, വയറ് ഉരുണ്ട് കയറിയൊക്കെ ചെയ്യും. 3-ാം ദിവസം ചോദിച്ചാലും കിട്ടില്ല എന്ന് വെച്ചിട്ട് ഇതങ്ങ് അടങ്ങിക്കോളും. അതൊരു ശീലമായി മാറും. ഇതെല്ലാം നമ്മുടെ ചില ശീലങ്ങളാണ്. അതിനെ നമ്മളിങ്ങനെ മെരുക്കിയെടുക്കണം. ശരീരത്തെ മെരുക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി, അതിനേക്കാൾ നല്ലൊരു വഴി കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഉപവാസം എടുത്ത് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല വഴി അതാണ് ഉപവാസം. ശരീരത്തെ മെരുക്കിയാൽ പിന്നെ എവിടെ എത്തും? മനസ്സുണ്ട്. മനസ്സിനെ മെരുക്കാനുള്ള വഴി എന്താണ്? മനസ്സിൻ്റെ പ്രശ്നം എന്താ? മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു. പല വിധത്തിലുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. നോമ്പിലെ പ്രാർത്ഥനയിൽ മനോഹരമായിട്ട് ഇങ്ങനെ പറയും, ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നോക്കേണ്ടിയിരിക്കുന്നതിനാൽ ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് ദുർവിചാരങ്ങളെ വെടിയേണ്ടതാകുന്നു. ദുർവിചാരങ്ങളെ വെടിയാതെ ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞുള്ള നോമ്പ് വ്യർത്ഥമാണ്. ദുർവിചാരങ്ങളെ വെടിയണം. മനസ്സ് നവീകരിക്കപ്പെടാനുള്ള വഴി ദുർവിചാരങ്ങളെ വെടിയുക. ഈ ദുർവിചാരങ്ങൾ എവിടുന്ന് വരുന്നതാണ്? ദുർവിചാരങ്ങൾ എവിടുന്ന് വരുന്നത്? അതിനൊരു ഇൻപുട്ടുണ്ട്, പുറത്തുനിന്ന് വരുന്നതാണ്. നമ്മളുടെ തുറന്നിരിക്കുന്ന അവയവങ്ങളുടെ, ഈ കണ്ണ്, കാത്, ചെവി, ഇങ്ങനെ തുറന്നിരിക്കുന്ന അവയവങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന പറയുന്നത്, ഞങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമെന്ന്. ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണം. കണ്ണും കാതും ഒക്കെ ഇങ്ങനെ സദാ തുറന്നിരിക്കുന്നു. ഈ ലോകത്തിന്റെ താല്പര്യങ്ങളോട് ഇങ്ങനെ ചാഞ്ഞിരിക്കുക. നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് വായിക്കുന്നു, എന്ത് ചാറ്റ് ചെയ്യുന്നു, ഏത് തരം മനുഷ്യരോട് ഇടപെടുന്നു, നിങ്ങൾ ഇടപെടുന്ന ആളുകളാണ് നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത്. നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളുടെ ചിന്തകളെ അസ്വസ്ഥമാക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ മലിനമാക്കുന്നത്. അപ്പൊ വളരെ സെലക്റ്റീവാകുക. ആവശ്യമുള്ളത് മാത്രം കാണുക, ആവശ്യമുള്ളത് മാത്രം കേൾക്കുക, ആവശ്യമുള്ളത് മാത്രം വായിക്കുക, ആവശ്യമുള്ളത് മാത്രം പറയുക. അങ്ങനെ ഭക്ഷണത്തെ മിതമാക്കുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന എല്ലാ വിധത്തിലുള്ള ആഹാരങ്ങളെയും, ഇതെല്ലാം ആഹാരമാണ്. ശരീരത്തിന്റെ ആഹാരം അന്നമായിരിക്കുന്നത് പോലെ മനസ്സിന്റെ ആഹാരം ഈ വിധത്തിലുള്ള ചിന്തകളും കാഴ്ചകളും ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ഒക്കെയാണ്. അതിനെ നിയന്ത്രിക്കാതെ നിങ്ങളുടെ മനസ്സിനെ നവീകരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. എല്ലാം കേട്ടും എല്ലാം കണ്ടും, ആരയച്ചു തരുന്ന വീഡിയോകളും കണ്ടും ആരുമായും ചാറ്റ് ചെയ്തും എല്ലാ ദൃശ്യങ്ങളും ആസ്വദിച്ചും എല്ലാം വായിച്ചും എല്ലാ സീരിയലും കണ്ടും എല്ലാ സിനിമയും കണ്ടും നിങ്ങളുടെ മനസ്സിനെ നവീകരിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് മൗഢ്യമാണ്, നടക്കില്ല. ഭക്ഷണം നിയന്ത്രിക്കുന്നത് വഴി ശരീരത്തെയും ചിന്തകളെ നിയന്ത്രിക്കുന്നത് വഴി മനസ്സിനെയും നവീകരിച്ചാൽ മാത്രമേ
ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ. എങ്കിലേ ആത്മാവിലെത്താൻ പറ്റൂ. ചിന്തയും ശരീരവും നമ്മുടെ വരുതിയിൽ നിന്നാലേ ആത്മാവായ ദൈവവുമായി സംസർഗം ചെയ്യാൻ നമുക്ക് പറ്റൂ. നമ്മൾ അങ്ങനെ ആകാത്തത് കൊണ്ട് രാവിലെ മുതൽ പുട്ടും കഴിച്ച് പഴവും വിഴുങ്ങി ചായയും കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്നു നിന്നാൽ കുറെ കഴിയുമ്പം കാല് കഴിക്കും. ഒരു ഫോൺ വന്നാൽ അതും എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. പിന്നെ അല്പനേരം ഇരിക്കണമെന്ന് തോന്നും. ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് അസ്വസ്ഥമാവുകയാണ്. നമ്മുടെ ചിന്തകൾ ഏകാഗ്രമാകുന്നില്ല. എന്താ ഇവിടെ നടക്കുന്ന നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോഴും ചില ആളുകൾ ഈ ശരീരത്തിലേ നിൽക്കുന്നുള്ളൂ, ജഡത്തിലാണ്. ചില ആളുകൾ ഒരു പരിധിയും കൂടെ കഴിഞ്ഞ് ഉപവസിച്ചൊക്കെ നിൽക്കുന്ന ആളുകൾക്കും ഒരു പ്രശ്നമുണ്ട്. ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ചിന്തകൾ ഇങ്ങനെ അലഞ്ഞു പോവുക. പിന്നെ എങ്ങനെ ആത്മാവിലെത്തും? ശരീരത്തെ യാഗമായി സമർപ്പിക്കണം. വീണ്ടും പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടുന്നതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. രണ്ട് കാര്യങ്ങളാണ്. ശരീരത്തെ യാഗമായി സമർപ്പിക്കണം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ശരീരത്തെയും മനസ്സിനെയും പുതുക്കിയാലേ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കാൻ പറ്റും. ഉപവാസം പ്രഖ്യാപിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾ ഷാർപ്പാകണമെങ്കിൽ, നേരെ ദൈവസന്നിധിയിലെത്തണമെങ്കിൽ അവിടെ ഒരു ഉപവാസത്തിൻ്റെ ആവശ്യമുണ്ട്. ശരീരത്തെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട്. ചിന്തകളെ ഏകാഗ്രമാക്കേണ്ട ആവശ്യമുണ്ട്. ആത്മാവായ ദൈവവുമായി സംസർഗം ചെയ്യുന്നതിന് ചില തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അതിരാവിലെ ഒരുക്കത്തോടെ ഉപവാസത്തോടെ വിശുദ്ധ കുർബാനയ്ക്ക് വരണം. തലേന്ന് രാത്രി മുതൽ വേദഭാഗങ്ങളൊക്കെ വായിച്ച് ധ്യാനിച്ച് മനസ്സിനെ നവീകരിക്കണം. മനസ്സിനെയും ശരീരത്തെയും നവീകരിച്ച് എങ്കിൽ മാത്രമേ കർത്താവിനെ നമുക്ക് ആരാധിക്കാനായിട്ട് പറ്റുള്ളൂ. യഹോശാഫാത്ത് യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. അവൻ ഉപവാസം പ്രഖ്യാപിച്ചു. മൂന്നാമതവൻ ചെയ്തൊരു കാര്യം, അവൻ യഹോവയുടെ ആലയത്തിലേക്ക് വന്നു. ഇതുവരെ പുറത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ അവൻ യഹോവയുടെ ആലയത്തിലേക്ക് വന്നു. ആലയം എന്ന് പറയുമ്പോൾ അതിനകത്ത് കയറാൻ രാജാവിന് അവകാശമില്ല. പ്രാകാരങ്ങളിൽ നിൽക്കാനേ രാജാവിന് പറ്റുള്ളൂ. രാജാവ് പുരോഹിതനല്ല. യെരൂശലേം ദേവാലയത്തിന്റെ പ്രാകാരത്തിൽ ഈ രാജാവ് ജനത്തെ കൂട്ടിവരുത്തി അവൻ യഹോവയുടെ ആലയത്തിലേക്ക് വന്നു. എന്തിനാണ് ഒരാലയം? നിനക്ക് ദൈവം ഒരു ദേവാലയം തന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഒരു ആലയമുണ്ട്. എന്തിനാണ് ആലയം? ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ കടന്നു വരാൻ ദൈവം ഒരുക്കിയ സംവിധാനത്തിൻ്റെ പേരാണ് നിന്റെ ആലയം. ദൈവം ഒരുക്കിയ ഒരാലയം നമുക്കുണ്ട്. ആർക്കാണ് ഒരാലയം ഇല്ലാത്തത്? ഈ ആലയം എന്നൊക്കെ പറയുന്ന അവരവരുടെ ഇടവക പള്ളികളെ കുറിച്ചാണ് പറയുന്നത്. യെരൂശലേം ദേവാലയം എന്ന് പറയുന്നത് യഹോശാഫാത്തിന്റെ സ്വന്തം പള്ളിയാണ്. വേറെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങൾ പോണ്ട. പോകുന്ന തെറ്റെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിന്റെ വീട്ടുമുറ്റത്തുള്ള ഒരാലയമല്ലേ? നിനക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരാപത്ത് വരുമ്പോൾ, ഒരു അപകടം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ, നിന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നിനക്ക് പോയിരിക്കാൻ കർത്താവ് നിനക്കൊരാലയം തന്നിട്ടുണ്ട്. പക്ഷെ എത്ര പേര് ആലയം പ്രയോജനപ്പെടുത്തുന്നു? മക്കാബിയുടെ പുസ്തകം 2-ാമത്തെ പുസ്തകം 5:19 മനോഹരമായൊരു വാക്യമുണ്ട്. അവിടെ ഇങ്ങനെയാ പറയുന്നത്, വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ദൈവം ജനത്തെ കൂട്ടി വരുത്തുകയല്ല ചെയ്യുന്നത്. വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ദൈവം ജനത്തെ കൂട്ടി വരുത്തുകയല്ല, ജനത്തിന് വേണ്ടി വിശുദ്ധ സ്ഥലം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ജനത്തിന് വേണ്ടി ദൈവം ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കുകയാണ്. ഒരു പള്ളി ഉണ്ടാക്കി വെച്ചിട്ട് ആളുകളെ കൂട്ടി വരുത്തുകയല്ല. ആളുകൾ കൂടി വന്നിട്ട് അവർക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒരു പള്ളി ഉണ്ടാക്കുക. ജനത്തിന് വേണ്ടി ദൈവം ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി തന്നു. യെരൂശലേം ദേവാലയത്തിൽ യഹോശാഫാത്ത് രാജാവ് കടന്നു വന്നു. നമുക്കൊരാവശ്യം വരുമ്പോൾ ദേവാലയത്തിലേക്ക് കടന്നു വരണം. വാവിട്ട് നിലവിളിക്കണം. വാവിട്ട 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ ഇങ്ങനെ ശലോമോൻ രാജാവ് ദേവാലയം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച സമയത്ത് അതിന്റെ പ്രതിഷ്ഠാകർമ്മം, കൂദാശാകർമ്മം നിർവഹിച്ചിട്ട് നടത്തുന്ന, സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി നടത്തുന്ന അതിശ്രദ്ധേയമായൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ദേശത്ത് മഹാമാരി വരുമ്പോൾ, യുദ്ധം വരുമ്പോൾ, ക്ഷാമം വരുമ്പോൾ ഈ ജനം
തന്നെത്താൻ താഴ്ത്തി ഈ ആലയത്തിൽ വന്ന് കരങ്ങൾ മലർത്തി പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന സ്വർഗത്തിൽ നീ കേട്ട് ഉത്തരമരുളണം. മഹാമാരി വരുമ്പോൾ, ക്ഷാമം വരുമ്പോ, യുദ്ധം വരുമ്പോൾ ഈ ജനം തന്നെത്താൻ താഴ്ത്തി ഈ ആലയത്തിൽ വരണം. നിന്റെ കണ്ണും കാതും 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഈ ആലയത്തിൽ എന്താ ഒരു ആലയത്തിനുള്ള പ്രത്യേകത? അവിടെ അനേകരുടെ കണ്ണുനീര് വീഴുന്ന സ്ഥലമാണ്. നമ്മുടെ വീട് അങ്ങനല്ല, എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ അല്ല. ഒരാലയത്തിന്റെ പരിസരം പോലും വിശുദ്ധമാണ്. അതുകൊണ്ടാണ് ബീഡിയും വലിച്ച് പള്ളിക്ക് ചുറ്റും നടക്കരുതെന്ന് പറയുന്നത്. ദേവാലയത്തിന്റെ പരിസരം പോലും വിശുദ്ധമാണ്. അവിടെ ബലിയർപ്പിക്കുന്ന സ്ഥലമാണ്, കർത്താവ് ഇറങ്ങി വരുന്ന സ്ഥലമാണ്. കണ്ണുനീര് വീഴുന്ന സ്ഥലങ്ങളൊക്കെ വിശുദ്ധമാകും. അനേകരുടെ കണ്ണുനീര്, തലമുറകളുടെ കണ്ണുനീര്, എത്രയോ പേരുടെ സങ്കടങ്ങൾ ഒഴുകിയിറങ്ങി ഒരു സ്ഥലമാണ് ഈ ആലയം. ആ സ്ഥലത്ത് നീ വന്ന് നിന്റെ കണ്ണുനീരൊഴുക്കി നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ ആ ദൈവം അത് കേൾക്കും. പക്ഷെ നിനക്ക് ആ വിശ്വാസം വേണം. ശലോമോൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇനി പള്ളി വരാൻ പറ്റാത്തവര് വീട്ടിലിരുന്ന് ഈ ആലയത്തെ നോക്കി പ്രാർത്ഥിച്ചാൽ, ചില സമയങ്ങളിൽ നമുക്ക് വരാൻ പറ്റില്ല, പക്ഷെ വീട്ടിലിരുന്ന് നമ്മൾ കിഴക്കോട്ട് നോക്കുന്ന നമ്മുടെ ആലയത്തെ നോക്കുക. ആലയത്തെ നോക്കി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന നീ കേൾക്കണമേ എന്നാണ്. അതിനാണ് ഒരാലയം. ആലയത്തിൽ വന്ന് വാവിട്ട് നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. 34 സങ്കീർത്തനം 15 വാക്യത്തിൽ പറയുന്ന യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ, അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കും. നിലവിളിക്ക്. ആരാ നിലവിളിക്കുന്നേ? ആരാ നിലവിളിക്കുന്നേ? ആരാ നിലവിളിക്കുന്നേ? ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ ഹാഗാറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഹാഗാറിനെ അബ്രഹാം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. തോളിൽ ഒരു കഷ്ണം അപ്പവും ഒരു തുരുത്തിയിൽ വെള്ളവും കൊടുത്ത് പറഞ്ഞു വിട്ടു. ഈ ഹാഗാർ ബേർശബ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുകയാണ്. കയ്യിലെ വെള്ളം തീർന്നു, അപ്പം തീർന്നു. അവളുടെ കയ്യിലൊരു കുട്ടിയുണ്ട്. ബേർശബ മരുഭൂമിയിൽ ഒരു കുറുങ്കാട്ടിന്റെ തണലിൽ ഈ കുട്ടിയെ ഇട്ടിട്ട് ഹാഗാർ ഒരു അമ്പിൻപാട് ദൂരത്ത് മാറിയിരുന്ന് എന്ത് ചെയ്തു? കരഞ്ഞു. കരഞ്ഞു. അടുത്ത സെന്റൻസ്, കുട്ടിയുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. കുട്ടി എന്ത് ചെയ്തു? നിലവിളിച്ചു. ഹാഗാർ എന്ത് ചെയ്തു? കരഞ്ഞു. ഹാഗാർ കരഞ്ഞു, കുട്ടി നിലവിളിച്ചു. എന്താ കാര്യം? എന്താണ് ദൈവസന്നിധിയിലെത്തിയത്? ഹാഗാറിന്റെ കരച്ചിലല്ല, കുട്ടിയുടെ നിലവിളിയാണ്. കുട്ടിക്കിത് ജീവൽ പ്രശ്നമാണ്. ഒരു ഓപ്ഷൻ ഇല്ല. ഈ ജീവൻ പോയാൽ വേറൊരു വഴിയില്ല. ഹാഗാറിന് ഓപ്ഷൻസ് ഉണ്ട്. ഹാഗാറിന് ഒരു കുട്ടി പോയാൽ വേറൊരു കുട്ടി, ഒരു ഭർത്താവ് പോയാൽ വേറൊരു ഭർത്താവ്. അവൾക്ക് ജീവിതത്തിൽ ഓപ്ഷൻസ് ഉണ്ട്, ഇനിയും അവസരങ്ങളുണ്ട്. ഒരവസരവും ഇല്ലാത്തവൻ, ഒരു ഗതിയില്ലാത്തവൻ, പരഗതിയില്ലാത്തവൻ, ഒരു സാധ്യതയില്ലാത്തവൻ, മറ്റൊന്നും മുമ്പിലില്ലാത്തവൻ, ഗതികെട്ടവൻ, അവൻ ഇവിടെ വന്ന് കരഞ്ഞാൽ നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നീ നിലവിളിക്കാൻ ലജ്ജിക്കരുത്, നാണിക്കരുത്, നാണിക്കരുത്. കർത്താവിന്റെ ആലയത്തിൽ വന്ന് വാവിട്ട് നിലവിളിക്കാൻ നിനക്കൊരു നാണം തോന്നരുത്. മർക്കോസിന്റെ സുവിശേഷം 8:38 പറയുന്നു, ആരെങ്കിലും ദോഷവും വ്യഭിചാരവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ, ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ ദൂതന്മാരുമായി വരുമ്പോൾ അവനെക്കുറിച്ച് ഞാനും നാണിക്കും. പള്ളിയിൽ വരാൻ നാണം തോന്നരുത്. നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ നാണം തോന്നരുത്. അപ്പുറം നിൽക്കുന്നവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കരുത്. ഈ ദൈവവചനം എടുക്കാൻ നിനക്കൊരു നാണം തോന്നരുത്. മാത്യു ഹെൻറി എന്നൊരു ദൈവശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറയുന്നൊരു മനോഹരമായൊരു വാചകമുണ്ട്. ഡോണ്ട് ബി അഷെയിംഡ് ഓഫ് ഗോസ്പൽ. Don't be ashamed of gospel and don't be shamed to the gospel. സുവിശേഷത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും നീ ചെയ്യരുത്. സുവിശേഷത്തെക്കുറിച്ച് നാണിക്കരുത്. സുവിശേഷം പറയാൻ, കേൾക്കാൻ, അത് ജീവിക്കാൻ, ഈ ദൈവവചനം എടുത്ത് നടക്കാൻ, അത് വായിക്കാൻ നാണം തോന്നരുത്.
ദൈവസന്നിധിയിൽ വന്ന് വാവിട്ട് നിലവിളിക്കണം. എൻ്റെ പള്ളിയിലെ ഒരാൾ പറഞ്ഞു, കോവിഡ് മാറിയാലും ഈ ഓൺലൈൻ കുർബാന മാറ്റരുത്. കോവിഡ് മാറിയാലും ഓൺലൈൻ നിർത്തരുത്. കാരണം വളരെ സൗകര്യമാണ്. രാവിലെ എഴുന്നേറ്റ് കസേരയെ ചാരി കിടക്കാം, ചായയും കുടിച്ച് പുട്ടും തിന്നുകൊണ്ട് കുർബാന കാണാം. എന്താ സൗകര്യം! പള്ളിയിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ആളുകൾ വളരെ റിലാക്സ്ഡാണ്. കസേരയൊക്കെ നിരത്തിയിട്ടുണ്ട്, ബെഞ്ചിട്ടിട്ടുണ്ട്, അങ്ങ് ഇരിക്കുകയാണ്. നിങ്ങൾ എരുസലേം ദേവാലയത്തിലെ ഘടനകൾ, സമാഗമന കൂടാരത്തിൻ്റെ ക്രമീകരണങ്ങളൊന്ന് വായിച്ചു നോക്കണം. സമാഗമന കൂടാരത്തിൻ്റെ ക്രമീകരണങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ നൂല് പോലും എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒന്നും നമ്മൾ ഊഹിച്ചെടുക്കേണ്ട കാര്യമില്ല, എല്ലാം കൃത്യമായിട്ട് ദൈവം കാണിച്ചു കൊടുത്തു മോശയ്ക്ക്. പക്ഷെ അവിടെ ഇല്ലാത്തൊരു കാര്യമുണ്ട്. എന്തെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ എത്ര ശ്രമിച്ചാലും കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യമുണ്ട്. സമാഗമന കൂടാരത്തിൽ അവിടെ ഒരു സ്റ്റൂളില്ല, ഇരിപ്പടയില്ല. ബാക്കിയെല്ലാം ഉണ്ട്, അവിടെ ഒരു ഇരിപ്പിടം ക്രമീകരിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ ആരാധിക്കുന്നവർ ഇങ്ങനെ നിന്നുകൊണ്ട് ആരാധിക്കണം. വിശ്രമമില്ല. വിശ്രമത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല. നിനക്കൊരു വിശ്രമമില്ല. നീ വിശ്രമമില്ലാതെ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കണം. വിശുദ്ധ കുർബാനയൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ എന്താണ് ഈ വരുന്നത്? അരേമെന്നേലോട് തോർന്നോക്കുകിൽ എരിയുന്നുടനെ അവനെ മൺമയ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം. ആരെ മിന്നലെടുത്തവർ നോക്കിയാൽ, ആരായി മിന്നലെടുത്തവര്? മാലാഖമാരാ. മിന്നലെ വസ്ത്രമായി ധരിച്ചവർ മാലാഖമാര്. നോക്കിയാൽ പോലെ എരിഞ്ഞു പോകുന്നവർ, മാലാഖമാർക്ക് പോലും മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത ആ ദൈവം, അവൻ നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ വായിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മളിങ്ങനെ കസേരയിൽ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റുമോ? ചാടി എണീക്കണം. ഭയത്തോടെ വിറയലോടെ, മാലാഖമാര് പോലും വിറയലോടുകൂടെ നിൽക്കുന്നവന്റെ മുമ്പിൽ വാവിട്ട് നിലവിളിക്കണം. ജോൺ മരിയവാനി എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ വിശുദ്ധനായ ഒരു കുടുംബ ജീവിതക്കാരുടെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അച്ഛനുണ്ട്, ഒരു വൈദികനുണ്ട്. അദ്ദേഹം പറയുന്നത് വിശുദ്ധ കുർബാന എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴും. നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നിന്ന് പോവുകയാണ്. അത് എന്താണെന്ന് അറിഞ്ഞാൽ, അഗ്നിമയന്മാരാരെ നോക്കിൽ വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞ നീ കാണുന്നു. അഗ്നിമയന്മാര്, വിറയ്ക്കുന്നവൻ, അവനാണ് ഈ മേശയിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ഭാഗ്യവശാൽ ഇത് അർപ്പിക്കുന്നവർക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നില്ല, സ്വീകരിക്കുന്നത് നമുക്കറിയില്ല. നീ വാവിട്ട് നിലവിളിക്കണം. വിശുദ്ധ കുർബാന നിന്റെ അടുക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ, നിന്റെ നാവിലത് തൊടുമ്പോൾ നീ ഇങ്ങനെ ഭയന്ന് വിറയ്ക്കണം. അങ്ങനെ വേണം അതിനെ കാണാൻ. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിലേക്ക് വന്നു. 3 കാര്യങ്ങൾ അവൻ ചെയ്തത്. 1, അവൻ യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. 2, അവനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. 3, അവൻ യഹോവയുടെ ആലയത്തിൽ വന്നു. പ്രാർത്ഥന തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വന്നിട്ട് പ്രാകാരത്തിൽ ഇങ്ങനെ നിന്നിട്ട് അവൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി ആദ്യം പറഞ്ഞ വാചകം ഇതാണ്: ദൈവമേ, നീ സർവശക്തനായ ദൈവമാണ്. നീ സർവശക്തനായ ദൈവമാണ്. നീ സർവശക്തനായ ദൈവം. ഈ വരുന്ന സൈന്യത്തിന് ശക്തി ഉണ്ടെന്നല്ലേ യഹോശാഫാത്ത് പറഞ്ഞു. അവർക്കുണ്ടോ ഉണ്ട് ഇല്ലയോ അതല്ല വിഷയം. പക്ഷെ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്, അത് നീ വിശ്വസിക്കണം. നിന്റെ നേരെ വരുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാകട്ടെ, പക്ഷെ അതിനേക്കാൾ വലിയൊരു ദൈവം നിനക്കുണ്ട്. പ്രശ്നത്തെ നോക്കി പറയണം: പ്രശ്നമേ, നിന്നേക്കാൾ വലിയൊരു ദൈവം എനിക്കുണ്ട്. എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവം. എബ്രായലേഖനം 11:6 ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കണ്ടേ? മിനിമം ലോജിക്ക് വേണ്ടേ? ഇവിടെ വന്ന് നിലവിളിക്കുന്ന ഒരാൾക്ക് ആ ഒരു ബോധ്യം വേണ്ടേ? ദൈവം ഉണ്ടെന്നും അവനെ കണ്ണുനീരോടെ വിളിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണെന്ന് നീ വിശ്വസിക്കണ്ടേ? മർക്കോസ് 11:24 നീ പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടി എന്ന് നീ വിശ്വസിക്കണ്ടേ? പ്രാർത്ഥിക്കുമ്പോൾ കിട്ടി എന്ന് നീ വിശ്വസിക്കുക, എന്നാൽ നിനക്കത് കിട്ടും.
ആ വിശ്വാസം നിനക്ക് വേണ്ടേ? ദൈവം സർവശക്തനായ ദൈവമാണ്. റോമർ 10:9 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചുവെന്ന്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റു പറയണം. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ നീ വിശ്വസിക്കണം. എന്നാൽ നീ രക്ഷിക്കപ്പെടും. നമുക്ക് ഈ വിശ്വാസമുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ചില പ്രത്യേക ആളുകൾ മാത്രമേ പറയൂ. നമ്മളിത് പറയുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഇതുണ്ടോ? ഈ വിശ്വാസ പ്രമാണം എന്ന് ചൊല്ലി നോക്കിയേ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെ സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ ഉള്ളേ? സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പറയുന്നു, പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശ് തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം സ്വർഗത്തിലേക്ക് കരേറി പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനുമായ യേശു കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്താ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്? യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റു പറയണം, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ നീ വിശ്വസിക്കണം. ഇതിൽ കൂടി വിശ്വാസമുണ്ടോ? സൃഷ്ടി മുതൽ കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെ ഈ വിശ്വാസ പ്രമാണത്തിലുണ്ട്. ഇത് ചൊല്ലിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത് ചൊല്ലാതെ ഒരു ആരാധന നമുക്കില്ല, ഒരു നമസ്കാരം ഇല്ല. ഇതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. അത് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമുക്കിതൊന്നും ഇല്ല എന്ന്. രാവിലെ ചൊല്ലും വിശ്വാസ പ്രമാണം, ഉച്ചയ്ക്ക് ചൊല്ലും, വൈകിട്ട് ചൊല്ലും, ദിവസം 3 പ്രാവശ്യം ചൊല്ലും. ഏത് ശുശ്രൂഷ നടത്തിയാലും ഏത് കൂദാശ നടത്തിയാലും ഇത് ചൊല്ലി ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭ പ്രാർത്ഥിക്കുന്നത്. ദൈവം സർവശക്തനായ ദൈവമാണ്. ഒന്നാമത് പറഞ്ഞ കാര്യം ഇതാണ്. രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവമേ, നീ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ ദൈവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ ഒരു ദൈവമാണ് നീ. ഞങ്ങളുടെ പിതാക്കന്മാരെ ചെങ്കടൽ കൂടി നടത്തി, ശത്രുക്കളിൽ നിന്ന് വിടുവിച്ചു, ആകാശത്തിൽ നിന്ന് മന്ന പൊഴിച്ചു തന്നു, ചെങ്കടൽ പിളർന്ന് ഞങ്ങളെ വഴി നടത്തി, കരിങ്കൽ പാറ പിളർന്ന് ഞങ്ങൾക്ക് വെള്ളം തന്നു. ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ ഒരു ദൈവമാണ് നീ. അതിനെ ഓർത്ത് നന്ദി പറയുകയാണ്, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഇതാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോഴൊക്കെ നമ്മുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറയുകയാണ്. പ്രാർത്ഥന എന്താണ്? നന്ദി പറച്ചിലാണ്. നിങ്ങൾ ഇന്ന് നേരിടുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധികളിൽ ദൈവം നിങ്ങളെ നടത്തിയിട്ടുണ്ട്. അത് ഓർക്കുമ്പോഴുള്ളൊരു ഗുണമെന്താണ്? അന്ന് നടത്തിയ ദൈവം ഇന്നും നടത്തുമെന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയും. പക്ഷെ നമ്മളിങ്ങനെ പരാതി പറയുക. ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ പാപം എന്താ? അവർ നിരന്തരം പിറുപിറുക്കുന്നവരായിരുന്നു. അവരിപ്പോഴും മിസ്രൈമിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ തിന്ന ഉള്ളി, സവാള, വെളുത്തുള്ളി, ഇറച്ചിക്കലം, അവരിപ്പോഴും അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആകാശത്തും ദൂതന്മാരുടെ അപ്പം വർഷിച്ചു കൊടുത്തതിനെ കുറിച്ച് അവർ ഒരു വാക്ക് പറയുന്നില്ല. കരിങ്കൽ പാറ പിളർന്നതിനെ കുറിച്ച് അവർ പറയുന്നില്ല. ചെങ്കടൽ ഭേദിച്ചതിനെ കുറിച്ച് അവർ പറയുന്നില്ല. അനാക്യ മല്ലന്മാരിൽ നിന്ന് വിടുവിച്ചതിനെ കുറിച്ച് പറയുന്നില്ല. മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളെ കുറിച്ച് പറയുകയാണ്. 38 വർഷം ഈ മരുഭൂമി ചുറ്റിത്തിരിഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ: എ കംപ്ലൈനിങ് ഹാർട്ട് ഈസ് നെവർ പീസ്ഫുൾ, എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് ഈസ് ഓൾവൈസ് പീസ്ഫുൾ. എ കംപ്ലൈനിങ് ഹാർട്ട് ഈസ് നെവർ പീസ്ഫുൾ. നന്ദിയോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റാത്ത ഒരാൾക്കും സമാധാനം കിട്ടില്ല. ലഭിച്ച കൃപകളെക്കുറിച്ച്, ദൈവം തന്ന ദാനങ്ങളെക്കുറിച്ച്, ഇന്ന് അനുഭവിക്കുന്ന നന്മകളെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധിയുടെ നടുവിലും ജീവനോടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കരുണയല്ലേ? ഈ കാലത്ത്, ഈ നിമിഷത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ കരുണയാണ്. ആദരവോടെ നിൽക്കണം, നന്ദിയോടെ നിൽക്കണം. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് നന്ദി പറയണം. മാബൂഗലമാർ പീലക്സിനോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, അങ്ങനെ സൃഷ്ടിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. വേറെ ഒരു കാരണവും വേണ്ട. എന്നെ ഈ മനോഹരമായ ലോകത്ത് സൃഷ്ടിച്ചാക്കി എന്ന ഒറ്റ കാരണം മതി. ഞാൻ നിന്നെ സ്തുതിച്ചു പോവുകയാണ്. നന്ദിയോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തിന് നന്ദി പറയാൻ, കൃതജ്ഞതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ,
വിശുദ്ധ കുർബാന കൃതജ്ഞതയാണ്. ആരാധന എന്ന് പറയുന്ന കൃതജ്ഞതയാണ്, മറ്റൊന്നുമല്ല. അത് നന്ദിയോടെ നിൽക്കുകയാണ് ആരാധന എന്ന് പറയുന്നത്. ഓരോ ദിവസവും നന്ദി പറയുകയാണ്. യഹോശാഫാത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പിതാക്കന്മാർക്ക് ഈ ദേശം കൊടുത്ത ആ കൃപയ്ക്കായിട്ട് നന്ദി പറയുകയാണ്. നിങ്ങളതൊക്കെ വായിച്ച് പഠിച്ചോളൂ. ദൈവമേ, നീ സർവശക്തനാണ്, നീ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവമാണ്. വീണ്ടും പറയുന്നു, ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് ശക്തിയുണ്ട്, നിനക്ക് ശക്തിയുണ്ട്. ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ ശക്തിമാനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, നിനക്ക് ശക്തിയുണ്ട്. വീണ്ടും പറയുന്നു, ഞങ്ങൾക്ക് വഴി അറിയില്ല, വഴി അറിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിനക്കെല്ലാ വഴിയും അറിയാം. യെശയ്യാവ് 55:7-8 എൻ്റെ വഴിയല്ല നിന്റെ വഴി, എൻ്റെ വിചാരമല്ല നിന്റെ വിചാരം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴി നിന്റെ വഴിയിലും എൻ്റെ വിചാരം നിന്റെ വിചാരത്തിൽ ഉയർന്നിരിക്കും. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ. 38 വർഷം കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് കർത്താവ് ചോദിച്ചു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, കുളത്തിൽ എന്നെ ഇറക്കാൻ ആരുമില്ല. ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലല്ലോ അത്. യേശു എന്താ ചോദിച്ചത്? കുളത്തിൽ ഇറങ്ങുന്ന കാര്യമൊന്നും യേശു ചോദിച്ചില്ല. യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറയുന്നു, കുളത്തിൽ ഇറക്കാൻ ആരുമില്ല. ഇവന്റെ മുമ്പിൽ സൗഖ്യമാകാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? കുളത്തിൽ ഇറങ്ങണം. എന്നാൽ ഒരു തുള്ളി വെള്ളം നിന്റെ ദേഹത്ത് വീഴാതെ നിന്നെ സൗഖ്യമാക്കാൻ ഒരു വഴി യേശുവിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ വിചാരിക്കും ഒറ്റ വഴിയേ ഉള്ളൂ. എൻട്രൻസ് പാസ്സായില്ലെങ്കിൽ ജീവിതം തീർന്നു, എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ജീവിതം തീർന്നു, ആ പരീക്ഷ തോറ്റെങ്കിൽ ജീവിതം തീർന്നു, ആ സ്ഥലത്ത് പോകാനായില്ലെങ്കിൽ ജീവിതം തീർന്നു. തെറ്റ്. നിന്റെ വഴിയല്ല എൻ്റെ വഴി, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം. ആകാശം ഭൂമിക്ക് മീതെ എത്ര ഉയർന്നിരിക്കുന്നു, അത്രയ്ക്ക് എൻ്റെ വിചാരങ്ങളും എൻ്റെ വഴികളും അതിനേക്കാൾ ഉയർന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വഴിയല്ല ജീവിതത്തിൽ, അനേക വഴികൾ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ആ എല്ലാ വഴിയും അറിയുന്നതിന് മുമ്പിൽ നമ്മുടെ ശിരസ്കരായി വിനയപൂർവ്വം നിൽക്കുകയാണ് അഭികാമ്യം. പരാതിപ്പെടാതെ, ദൈവമേ നിനക്കെല്ലാം അറിയാം, ആ വഴി അറിയുന്നവൻ്റെ കയ്യിൽ ജീവിതത്തെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കൂ, അവൻ നിങ്ങളെ നടത്തും. ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് വഴി അറിയില്ല. ഒരാൾക്ക് വഴിയും അറിയില്ല, ശക്തിയില്ല, പിന്നെന്ത് ചെയ്യും? ഇതറിയുന്നവനെ ആശ്രയിക്കുകയേ മാർഗമുള്ളൂ. അവർ മൂന്നാമത് ചെയ്യുന്നതാണ്, ഞങ്ങൾ നിങ്കലേക്ക് ദൃഷ്ടി ഉയർത്തുന്നു. ഞങ്ങൾ നിങ്കലേക്ക് ദൃഷ്ടി ഉയർത്തുന്നു. ഈ ജനം ഒന്നടങ്കം ഉയരത്തിലേക്ക് ദൃഷ്ടി ഉയർത്തി. പെട്ടെന്ന്, ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. പെട്ടെന്ന് ആകാശത്തു നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച യഹോശാഫാത്ത് നിർത്തിയ നിമിഷം അവിടെ ഇരുന്നൊരു ലേവ്യനായ ചെറുപ്പക്കാരന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി. ഇവൻ ചാടി എണീറ്റ് പറഞ്ഞു, യഹോശാഫാത്ത് രാജാവേ, പേടിക്കരുത്, യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. ഈ യുദ്ധം ദൈവം ഏറ്റെടുത്തു. നിങ്ങളുടെ യുദ്ധം ദൈവം അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പേടിക്കാതെ, ഭയപ്പെടാതെ ഇത് കണ്ടോണ്ട് നിന്നാൽ മാത്രം മതി. ഇതാണ് ദാവീദ് പറഞ്ഞു, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയനായിരിക്കും, നീ എൻ്റെ കൂടെയുണ്ട്, നീ എൻ്റെ കൂടെയുണ്ട്. ഒരു സൈന്യത്തെ കണ്ട് ഞാൻ പേടിക്കില്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. സർവ്വസൈന്യാധിപനായ ദൈവം എൻ്റെ കൂടാണ്. യഹോശാഫാത്ത് രാജാവേ, പേടിക്കരുത്, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ദൈവം യുദ്ധം ചെയ്യും. യഹോശാഫാത്ത് രാജാവ് ജനത്തെ പ്രോത്സാഹിപ്പിച്ചു, ഉപദേശം കൊടുത്തു. നാളെ നമ്മൾ യുദ്ധത്തിന് പോവുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് ഈ ജനം ഈ ശത്രു സൈന്യത്തെ നേരിടാൻ തയ്യാറാവുകയാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ നിങ്ങൾ കേട്ടുള്ളൂ. ഏറ്റവും മുമ്പിൽ ലേവ്യർ, കെഹാത്യർ, ഇവർ പാട്ടുകാരാണ്. അവരുടെ കയ്യിൽ 3 ആയുധങ്ങൾ കൊടുത്തു, വീണ, തപ്പ്, കിന്നരം. അവർ ഒരു പാട്ടുപാടി, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവനെ സ്തുതിപ്പീൻ. യുദ്ധത്തിന് പോവുകയാണ്. 3 ശത്രു രാജ്യങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യാൻ കൊണ്ടുപോയ ആയുധങ്ങൾ വീണ, തപ്പ്, കിന്നരം, ആരാധനയുടെ ശബ്ദവുമായി. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവനെ സ്തുതിപ്പീൻ. ഈ പാട്ട് പാടിക്കൊണ്ട് ജനം ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും കൊണ്ട് മുമ്പിൽ നീങ്ങുന്നു. ഏറ്റവും മുമ്പിൽ യഹോശാഫാത്ത് രാജാവ് നിസ്സംഗനായി ശാന്തനായി നടന്നു നീങ്ങുന്നു. ഈ ജനമെല്ലാം ഈ പാട്ട് ആർത്തുപാടിക്കൊണ്ട് ഏറ്റുപാടിക്കൊണ്ട് ഇങ്ങനെ പുറകെ മാർച്ച് ചെയ്യുന്നു.
അവരങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇതാ അമ്മോന്യരും മോവാബ്യരും മെയ്യൂന്യരും അവർക്ക് നേരെ ഇങ്ങനെ പടനയിച്ചുകൊണ്ട് ശക്തരായി വരുന്നു. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഈ ജനത്തെ, ഈ ശത്രു സൈന്യത്തെ കലക്കിക്കളയുകയാണ്. താർഗൂമിൽ പറയുന്നത് ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി എന്നാ പറയുന്നത്. സൈന്യം 34 സങ്കീർത്തനം 7 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തർക്ക് ചുറ്റും പാളയം ഇറങ്ങി. ആയിരക്കണക്കിന് ദൂതന്മാരിങ്ങനെ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരിങ്ങനെ ഇറങ്ങി വരികയാണ്, ഈ സൈന്യത്തോട് ഏറ്റുമുട്ടുകയാണ്. ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മോന്യർ, ഈ ഇസ്രായേൽ മക്കളെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ മോവാബ്യരെ വെട്ടുന്നു, മോവാബ്യർ മെയ്യൂന്യരെ വെട്ടുന്നു, മെയ്യൂന്യർ അമ്മോന്യരെ വെട്ടുന്നു. അവർ അന്യോന്യം വെട്ടി നശിക്കുകയാണ്. ശത്രുക്കൾ തമ്മിൽ വെട്ടി നശിച്ച് മുഴുവൻ പേരും അവിടെ ചത്തു വീണു. ഇസ്രായേൽ മക്കൾ കയ്യും കെട്ടി ഇത് നോക്കി നിന്നു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഈ ജനമെല്ലാം നശിച്ച് വീണപ്പോൾ പിന്നെ അവർക്കൊരു ജോലി കൂടെ ബാക്കിയുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് വീണ കൊള്ള വസ്തുക്കൾ പങ്കിട്ടെടുക്കുക, അത് പറക്കിയെടുക്കുക. 3 ദിവസം വേണ്ടി വന്നു ഈ കൊള്ള മുതൽ കൈക്കലാക്കാൻ. യഹോശാഫാത്ത് രാജാവ് ഈ ജനത്തെയും കൂട്ടിക്കൊണ്ട് ബെരോഖ താഴ്വരയിലേക്ക് പോയി. ബെരോഖ താഴ്വരയിൽ നിന്ന് അവർ ദൈവത്തെ സ്തുതിച്ചു. എന്നിട്ടവർ പോയത് എങ്ങോട്ടാണ്? അവർ വന്നത് എവിടുന്നാണ്? യെരൂശലേം ദേവാലയത്തിൽ നിന്നാണ്. അവർ മടങ്ങിപ്പോയത് എങ്ങോട്ടാണ്? യെരൂശലേം ദേവാലയത്തിലേക്ക് മടങ്ങിപ്പോയി. നിനക്കൊരു സങ്കടം വരുമ്പോൾ നീ പോകേണ്ടുന്ന സ്ഥലമാണ് ഈ ആലയം. നിനക്കൊരു സന്തോഷം വരുമ്പോൾ നീ പോകേണ്ട സ്ഥലമാണ് ഈ ആലയം. ജീവിതത്തിൽ എപ്പോഴും ഒന്നുകിൽ നമുക്ക് സങ്കടമുണ്ട്, അല്ലെങ്കിൽ സന്തോഷമുണ്ട്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും നീ പോകേണ്ട ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ഈ ആലയമാണ്. പുറപ്പാട് 14:14 നിങ്ങൾ ശാന്തരായിരിക്കൂ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരിക്കൂ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്ന നാളുകളാണ്. ഒത്തിരി അസ്വസ്ഥകൾ നമുക്കുണ്ട്, ഒരുപാട് ഭാരങ്ങളും ആശങ്കകളും നമുക്കുണ്ട്. പക്ഷേ ഈ ആശങ്കകളുടെയും ഭാരങ്ങളുടെയും നടുവിൽ നമ്മളെ സംരക്ഷിക്കുന്ന, നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1, യഹോവയെ അന്വേഷിക്കണം. 2, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. 3, ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവം സർവശക്തനാണെന്ന് നീ വിശ്വസിക്കണം. കടലിന്റെ മേൽ നടന്നതുപോലെ നിന്റെ സകല പ്രശ്നങ്ങളുടെയും മീതെ നടക്കുന്ന ഒരു കർത്താവ് നിനക്കൊണ്ടെന്ന് നീ വിശ്വസിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തിന് നന്ദി പറയണം. ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് സമ്മതിക്കണം. വഴി അറിയില്ലെന്ന് അവനോട് പറയണം. ശക്തിയില്ല, വഴി അറിയില്ല, അതുകൊണ്ട് നീ അവങ്കലേക്ക് ദൃഷ്ടി ഉയർത്തണം. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ, ഉപവസിക്കാൻ പഠിച്ചാൽ, നോമ്പ് നോക്കാൻ പഠിച്ചാൽ, ആരാധിക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും, ജീവിതത്തിൽ വിടുതലുണ്ടാകും, ജീവിതം മാറ്റിമറിയും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. യഹോശാഫാത്ത് രാജാവ് പ്രാർത്ഥിച്ച പോലെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കുടുംബത്തെ കൂട്ടിവരുത്തി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും യേശുവിനായി, ജീവൻ വച്ചിടു രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടു രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. യേശുവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ അസാധാരണ മനുഷ്യനായി മാറി. ജീവിത സാഹചര്യങ്ങളെ നേരിടാനുള്ള കരുത്ത് കിട്ടി. കർത്താവെ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറി മറിയും. അവൻ അസാധാരണ സാഹചര്യങ്ങളെ നേരിടാനുള്ള കരുത്തും ശക്തിയും ആർജിക്കും. ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. യഹോശാഫാത്ത് രാജാവ് യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. അവനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. അവൻ യഹോവയുടെ ആലയത്തിലേക്ക് വന്നു. ദൈവസന്നിധിയിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൻ ഇങ്ങനെ പറഞ്ഞു, നീ സർവശക്തനായ ദൈവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവമാണ്. ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് വഴി അറിയില്ല,
ഞങ്ങൾ നിങ്കലേക്ക് ദൃഷ്ടി ഉയർത്തുന്നു. കർത്താവെ, ബലഹീനരും പാപികളും കുറവുള്ളവരുമായ ഞങ്ങൾ, വിവിധങ്ങളായ ഭാരങ്ങളാൽ വലഞ്ഞ് നിരാശരായ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നങ്ങയിലേക്ക് ദൃഷ്ടി ഉയർത്തുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ, ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ, ഞങ്ങളുടെ ജീവിതത്തെ കരങ്ങളിൽ വഹിച്ച് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. അഭ്യുന്നതിനുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ശുശ്രൂഷകൾ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ദൈവകൃപയിൽ നിറയ്ക്കണമേ. ഈ രാത്രിയിൽ അങ്ങയുടെ സാന്നിധ്യം കൃപയും കൂടെ ഉണ്ടാകണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. കുറവുകളെ ക്ഷമിക്കണം. ഞങ്ങളെന്നാളും നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ആരാധനയും കരയറ്റുവാൻ തന്നെ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛനോട് ഔദ്യോഗികമായി നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പായി ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കുന്നു. ഈ സമയത്ത് സ്തോത്രകാഴ്ച എടുക്കുന്നതാണ്.